എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ബൈ രശ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ഡെസേർട്ടുമായിട്ടാണ്. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇതിലും സിമ്പിളായൊരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അതിന് സ്വപ്നങ്ങളിൽ മാത്രം. അത്രയ്ക്കും സിമ്പിളാണ്, അത്രയ്ക്കും ടേസ്റ്റുമാണ്. ബ്രെഡ് കൊണ്ടിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ ഈ റെസിപ്പിയിലേക്ക് പോവാല്ലേ. ഈ ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 4 പീസ് ബ്രെഡ് എടുത്തിട്ട് ഒരു പീസ് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ പീസായിട്ട് മുറിക്കുക. പിന്നെ ഈ സൈഡിലുള്ള ബ്രൗൺ ഷെയ്ഡൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. എന്തെന്നാലും നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം ഈ ബ്രെഡെല്ലാം വറുത്തെടുക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിക്കാം. അത് സൺഫ്ലവർ ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം, ചേർത്തൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ടിത് ഓരോ പീസുകളായിട്ട് ഇതുപോലെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിം വയ്ക്കണം. ഒരല്പം പോലും ഹൈ ഫ്ലെയിം വയ്ക്കരുത്. ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെയധികം ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിടുക. എന്നിട്ട് 2 വശവും ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോരി മാറ്റുക. ലോ ടു മീഡിയം ഫ്ലെയിം മാത്രമേ വയ്ക്കാവുള്ളൂ. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ബ്രെഡ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴും വീണ്ടും ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ്. അപ്പം അതുകൂടി കണക്കാക്കിയിട്ട് ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാ ബ്രെഡ് പീസുകളും ഇതുപോലെ വറുത്ത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. ആ ഒരു ജോലിയാണ് ആദ്യം തന്നെ ചെയ്യണത്. ഇതൊക്കെ പെട്ടെന്ന് കഴിയും, മിനിറ്റുകൾ പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാനൊരല്പം കശുവണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചതൊന്ന് വറുത്തിട്ട് ഈ കൂട്ടത്തിൽ തന്നെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കസ്റ്റാർഡ് കാച്ചിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി 1/2 ലിറ്റർ പാലൊഴിക്കുക. നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ ഒരു അര ഗ്ലാസ് ആ ഒരളവ് മതിയാവും. അത്രയും പാല് മാറ്റി വയ്ക്കണം. അതായത് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ. അല്ലെങ്കിൽ കട്ട കെട്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് മധുരം ചേർക്കണം. ഇതിപ്പോൾ 1/3 കപ്പാണ്. ഒരു കപ്പിൻ്റെ 1/3 ഭാഗം, അതായത് 6 ടീസ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് 4 ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം. ഈ ഒരു മധുരം എന്ന് പറയുമ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കയറി നിൽക്കുന്ന മധുരമായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം അല്ലെങ്കിൽ മീഡിയം നിന്ന് ലോ മധുരം മതിയെങ്കിൽ കുറച്ചിടാം. ഇനിയിപ്പം ഈ പാലെടുത്ത് വെച്ചല്ലോ, അതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. വാനില ഫ്ലേവറുള്ള കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ തൊട്ട് 2.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പച്ചപ്പാലാണിത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് ഒരേ ലെവലിൽ നമുക്കിത് കിട്ടും. കസ്റ്റാർഡ് എല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഞാനിപ്പോൾ ഇതിനകത്ത് അഡീഷണലായിട്ട് ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി പൗഡർ ചേർത്തിരിക്കുന്നത് വാനില ഫ്ലേവറാണ്. എന്നാലും ഒരല്പം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിം ഒന്നും വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിം മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രം എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ തൂവി പോവാതെ നമുക്ക് നന്നായിട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കസ്റ്റർഡ് ഈ പുഡിംഗ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചൂടോടുകൂടി തന്നെ. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യരുത്. ഒരു ഹാഫ് ഡിപ്പും ഹാഫ് മേലേക്ക് ഇരിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന പോർഷൻ അത് വളരെ സ്മൂത്തായിട്ടുള്ളൊരു പോർഷനായിട്ട് വരും. മേലിരിക്കുന്നത് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഫീൽ ചെയ്യും. കഴിക്കുമ്പോൾ സോഫ്റ്റായിട്ടും ക്രിസ്പി ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ആ നട്ട്സ് വറുത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഞാൻ കുറച്ച് പൊമഗ്രനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി.
അതുപോലെ തന്നെ ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീമി ഷെയ്ഡിൽ ഈ ചെറിയുടെ കളറൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. പിന്നെ കഴിക്കാനെന്ത് ടേസ്റ്റാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് അലങ്കരിക്കാം. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കിയല്ലോ, പ്ലം കേക്ക്. അത് ഡിസൈൻ ചെയ്തപ്പോൾ ശരിക്കും ഈ ഒരു കോമ്പിനേഷനായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അത് പിന്നെ എല്ലാം താന്നു പോയി അതിനുള്ളിലേക്ക്. അതേപോലത്തെ ഒരു ഭംഗി എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ ഓർമ്മ വരുന്നു. അപ്പം ഇതുപോലെ സെറ്റ് ചെയ്യുക. സിമ്പിളല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു, സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഒരു 2 മണിക്കൂർ മിനിമം വയ്ക്കുക. പിന്നെ എത്ര വേണമെങ്കിലും കൂടുതൽ വയ്ക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ ഇത് ഞാൻ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അതാണ് ഈ ഗ്ലാസിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു മിസ്റ്റി ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ സോസർ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഒരു 1-2 പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഫുൾ മീലൊക്കെ കഴിച്ചിട്ടാണല്ലോ ഈ ഡെസേർട്ടൊക്കെ കഴിക്കുന്നത്. അപ്പം ഒരു 2 പീസൊക്കെ മതിയാവും, ധാരാളമായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ സെർവ് ചെയ്യാം. ഈ ക്രീമും കൂടി എടുത്ത് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. ക്രീം മേലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, സോഫ്റ്റായി പോകും മൊത്തനെ. അപ്പം ക്രിസ്പിയും സോഫ്റ്റും കൂടിയുള്ള ഒരു ടെക്സ്ചറിൽ കഴിക്കുക. തണുപ്പോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താ ടേസ്റ്റ്, എങ്ങനെയൊക്കെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ എന്താണെന്നുള്ളത് ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എടുക്കുന്നത് വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു പോർഷനില്ലേ, ഡിപ്പായിട്ടിരുന്നത് ക്രീമിനകത്ത്, ആ ഒരു പോർഷനാട്ടോ ഞാൻ എടുക്കുന്നത്. വളരെ സോഫ്റ്റാണ്. നമ്മൾ ബ്രെഡ് പാലിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ ആ ഒരു പോലെ സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ ഫ്ലാനൊക്കെ കഴിക്കില്ലേ, അതേപോലെ ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വായിലിങ്ങനെ അലിഞ്ഞു പോയി എന്ന് പറയുന്നില്ലേ, അതേപോലെ. ഇപ്പോൾ ഈ ക്രിസ്പി സൈഡൊന്ന് നോക്കാം, എന്നിട്ട് പറയാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പറഞ്ഞുതരാം. ഇത് വേറൊരു ടേസ്റ്റാട്ടോ. എന്ന് പറഞ്ഞാൽ ക്രിസ്പി സൈഡിന് വേറൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട്, സ്മൂത്തായിട്ടുള്ളത് വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത്. ആ രണ്ട് ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തെനിക്ക്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഈ ക്രീമും കാഷ്നട്ട് എന്തെങ്കിലും ഇടണം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കാഷ്നട്ട്സും പിന്നെ ക്രിസ്പി സൈഡും എല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ പേപ്പർ ചുറ്റിയിട്ടുള്ള കോൺ ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ ടേസ്റ്റും ഗുലാബ് ജാമിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ വേറൊരു കുറച്ചുകൂടി നല്ലൊരു വേറൊരു ടേസ്റ്റും കൂടി മിക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മധുരം ഇതിന് മീഡിയത്തേക്കാൾ കുറച്ചുകൂടി മേലെയുണ്ട്. താഴ്ത്തി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചിട്ടാൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി അടുത്തൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.